ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഇളമണ്ണൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എൻ്റെ ചേച്ചിയാണ് എനിക്ക് വേണ്ടി ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 2020 മാർച്ച് 3-ാം തീയതി. ആ സമയത്ത് ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു, ഗൾഫിലായിരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എൻ്റെ വീടിൻ്റെ ജപ്തിയും ആത്മഹത്യയുടെ എല്ലാ ഇതിൽ നിന്നും ഞാൻ രക്ഷ നേടാൻ വേണ്ടി പോയതാണ്. അവിടെ ഞാൻ തലയ്ക്ക് മുകളിൽ എടുക്കാൻ പറ്റാത്ത കടമായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും 1.5 ലക്ഷം രൂപ വീണ്ടും കടപ്പെടുത്തി ഞാൻ ഫ്രീ വിസ എടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഫാമിലിയായിട്ട് ഗൾഫിലുണ്ട്. അവരെന്നെ പാർട്ട് ടൈം കുക്കിങ്ങിനായിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ ആദ്യം ചെന്ന സമയത്തൊക്കെ എനിക്ക് 1 വർഷക്കാലം ഇച്ചിരി ജോലിയൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കലെ കൊറോണ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ നിന്ന് അതിനുശേഷം ചേച്ചി എനിക്ക് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രൂഫുകളൊക്കെ എനിക്ക് അയച്ചു തന്നു. അന്ന് മുതൽ ഞാൻ ആ മാതാവിനെ വിശ്വസിച്ച് രാവിലെയും വൈകിട്ടും നീലയും പച്ചയും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു വീട്ടിലല്ല 2 വീട്ടിലല്ല എൻ്റെ മാതാവ് അതിനുശേഷം എനിക്ക് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് 11-12 വീട് വരെ ഞാൻ പാർട്ട് ടൈമിനായിട്ട് ജോലി ചെയ്തു. ഒരു മണിക്കൂറിന് നമ്മുടെ നാട്ടിലെ 7,000 രൂപ 8,000 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 11-12 വീടുകളിൽ വരെ ഞാൻ ജോലി ചെയ്തു. വെളുപ്പിന് 5:30 എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥന എനിക്ക് ചൊല്ലണം. അതിന് 5:45-6 മണിക്ക് ചെല്ലേണ്ട വീട്ടിൽ ഞാൻ 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് ഞാൻ ചെന്ന് കയറും. അവിടെയൊക്കെ നമ്മുടെ മലയാളികളുടെ വീട്ടിലാണ് ഞാൻ ജോലി ചെയ്തത് മൊത്തം. എനിക്ക് വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. അവർ പോലും അറിയില്ല ഞാൻ രാവിലെ അവിടെ ചെല്ലുന്നത്. ഞാൻ വെളുപ്പിനെ 5 മണിക്ക് അവിടെ ചെല്ലും. 5 മണിക്ക് അവിടെ ചെല്ലണമെങ്കിൽ ഞാൻ 4:15 വേണം ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് പോകാൻ. ഒറ്റപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മാതാവിനെ കൂട്ടിന് വിളിച്ചുകൊണ്ട് ഞാൻ പോകും. മാതാവിൻ്റെ ധൈര്യത്തിൽ മാതാവിൻ്റെ പ്രാർത്ഥനയും കേട്ടുകൊണ്ട് ഞാൻ നടന്നു പോകും ഒറ്റയ്ക്ക്. 5 മണിയാകുമ്പോൾ അവിടെ ചെല്ലും. പെട്ടെന്ന് ഇടപിടിയെന്ന് ജോലി ചെയ്യും. എന്നിട്ട് 5:30 കറക്റ്റ് 5:30 ഞാൻ നീല മെഴുകുതിരി കത്തിച്ചിട്ട് അമ്മയുടെ ഫോട്ടോയും എടുത്ത് അവിടെ വെച്ചിട്ട് ആ കിച്ചണിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. 10 മിനിറ്റ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മാത്രം ഞാൻ ചൊല്ലും. അങ്ങനെ ഞാൻ 1 വർഷക്കാലം ഞാൻ അവിടെ നിന്നു. അമ്മയുടെ ഉടമ്പടി എൻ്റെ ചേച്ചി ഇവിടെ എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ പുറമോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1,25,000 രൂപയുടെ ജോലി വരെ 1 മാസം ഞാൻ ചെയ്തു. അത്ര നല്ലതായിട്ട് ഞാൻ ചെയ്തു. എൻ്റെ വിസയുടെ കാലാവധി 2021 മാർച്ച് 12-ാം തീയതി തീരുമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ അതുപോലത്തെ എൻ്റെ വീട്ടിൽ പുള്ളിക്കാരൻ മദ്യപിക്കുന്നതാണ്. എൻ്റെ 2 ആമക്കളുണ്ട്, അമ്മയമ്മയുണ്ട്. എനിക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് കടം തീരുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ച് പോരേണ്ടി വന്നു. എങ്കിലും എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാക്കിയിട്ടാണ് എന്നെ അമ്മ നാട്ടിലെത്തിച്ചത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴേ ഞാൻ പറയുമായിരുന്നു, അമ്മയെ ഞാൻ നാട്ടിൽ വന്നാൽ എൻ്റെ അമ്മയെ കണ്ടിട്ടേ ഞാൻ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടുന്നു. ഞാൻ ക്വാറൻറ്റൈൻ ആയിരുന്നു. കാരണം എൻ്റെ പന്തളത്ത് എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു. അവിടെ നിന്ന് 7 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇവിടെ വന്ന് എൻ്റെ അമ്മയെ കണ്ട് അമ്മയുടെ അനുവാദം മേടിച്ച് അമ്മയുടെ എല്ലാ നേർച്ച വസ്തുക്കളുമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നത്. പിന്നെ അവിടെ മുതൽ എനിക്ക് പിന്നെ പുറമോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ഒരവസ്ഥ വന്നിട്ടേ ഇല്ല. ഇന്ന് ഈ അൾത്താരയിൽ കയറി ഞാൻ നിൽക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല. അമ്മയെ ഞാൻ വിടാനും തയ്യാറല്ലായിരുന്നു. അവിടുന്ന് എനിക്ക് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഞാൻ ഗവൺമെൻറ് ജോലിക്കാരിയായിരുന്നു. അത് ഞാൻ റിസൈൻ ചെയ്തിട്ട് കടബാധ്യത സഹിക്കാൻ വയ്യാത്തത് കാരണം ഞാൻ റിസൈൻ ചെയ്ത് ആ പൈസ പോലും മേടിക്കാതാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ പൈസ റിസൈൻ ചെയ്യണം. അപ്പോൾ പിന്നെ എൻ്റെ സൊസൈറ്റിയിൽ കുറേ ബാധ്യതകളുണ്ട്, എനിക്കത് തീർക്കണം. അതിനും എനിക്കൊരു 75,000 രൂപ വേണം. എൻ്റെ കയ്യിൽ ഒരു വഴിയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ അവിടെ എൻ്റെ അമ്മ കാത്തു. എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് പ്ലാന്റേഷനിലെ PCKയിലെ ബാധ്യതകൾ മൊത്തവും തീർത്ത് അവിടുന്ന് എനിക്ക് 2.5 ലക്ഷം രൂപ എനിക്ക് കിട്ടി. അതും കൊണ്ട് ബാങ്കിലടച്ചു. എൻ്റെ വീടിൻ്റെ എൻ്റെ പ്രമാണം എൻ്റെ 25 വർഷം കൊണ്ട് ബാങ്കിലും സൊസൈറ്റികളിൽ മാറി ഇരുന്ന പ്രമാണം കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ 4-ാമത്തെ ഉടമ്പടി ഇന്ന് വന്ന് പുതുക്കി. ഓരോ ഉടമ്പടിക്കകത്ത് ഞാൻ ഫസ്റ്റ് നിയോഗം ഞാൻ വെക്കുന്നത് എൻ്റെ വീടിൻ്റെ പ്രമാണം എടുത്ത് തരണമെന്നാണ്. സെൻറ്റിന് 3.5 ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന 30 സെൻറ്റ് വസ്തുവിൻ്റെയാണ്. ജപ്തി 3 പ്രാവശ്യം വന്നതാണ്. എന്നിട്ടൊന്നും ഞാൻ തളർന്നില്ല. എൻ്റെ അമ്മയെ മുറുക്കി പിടിച്ച് ഞാൻ മുന്നോട്ട് കയറി. എനിക്ക് ഇന്ന് അവിടുന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ടാപ്പിംഗ് എനിക്കറിയായിരുന്നു. ഒരു ഗതിയില്ലാതെ വന്നപ്പോൾ ടാപ്പിങ്ങിന് ഇറങ്ങിയിട്ട് എൻ്റെ ബാങ്കിൽ എനിക്ക് 10,000 രൂപ മാസം അടയ്ക്കണം. മദ്യപാനിയാണ്, ചെറുതായിട്ട് മദ്യപിക്കുന്നതാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കും. എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു.
അവിടുന്ന് ഞാൻ എൻ്റെ അമ്മയോട് എനിക്ക് എംപ്ലോയ്മെൻറ്റ് സീനിയോറിറ്റി ലിസ്റ്റ് ഞാൻ പേരുള്ള ഒരാളാണ്. അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കൊരു ജോലി, സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഞാൻ പഴയതുപോലെ ഞാൻ പോകേണ്ടി വരും. എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിച്ച് എനിക്ക് എങ്ങും പോകാനും വയ്യ, അത്രയ്ക്ക് ജീവൻ എൻ്റെ മക്കളെ എനിക്ക്. ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ശമ്പളം ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഈ ശമ്പളത്തിൽ എനിക്ക് ജോലി ഇന്ന ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 18 ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഗൾഫിന് പോകാൻ താല്പര്യമില്ല, എനിക്ക് നാട്ടിൽ തന്നെ എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് നിൽക്കണം, എൻ്റെ അമ്മ എനിക്ക് ഈ ശമ്പളത്തിൽ ജോലി തരണമെന്നും. ആ പറഞ്ഞതിനെക്കാട്ടിൽ 4 ദിവസത്തിന് മുമ്പ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ അമ്മ എനിക്ക് ജോലി കൊണ്ട് തന്നു. അതോ ആ പറഞ്ഞ ശമ്പളത്തിനെക്കാട്ടി 1000 രൂപ കുറവായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പറഞ്ഞ ശമ്പളം ഇന്ന് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് ഇച്ചിരി ദൂരമുണ്ട്, എനിക്ക് വണ്ടി മേടിക്കണം, 2 വീലർ വേണം. എൻ്റെ 20,000 രൂപയേ ഉള്ളൂ. ഞാൻ ആ 20,000 രൂപയും കൊണ്ട് ഞാൻ നടക്കുകയാണ്. അപ്പോൾ എവിടെല്ലാം നോക്കിയിട്ടും എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയുടെ ഒതുങ്ങുന്നില്ല, വണ്ടിക്ക് വില കൂടുതലാണ്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിൽ 20,000 രൂപയുള്ളൂ, ഞാൻ അമ്മയുടെ കൈ തരുക, എനിക്ക് ആരും എന്നെ ചതിക്കരുത്, എന്നെ ചതി പറ്റാതെ എനിക്ക് നല്ലൊരു വണ്ടി അമ്മ മേടിച്ചു തരണമെന്ന്. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മ എനിക്ക് 20,000 രൂപയ്ക്ക് 2019 ഏപ്രിൽ മാസത്തിന് ഡേറ്റുള്ള ഒരു വണ്ടി എനിക്ക് കിട്ടി. ഇന്ന് ഞാൻ ആ 2 വീലറും കൊണ്ടാണ് ഓടിക്കുന്നത്. ഇന്നിപ്പോൾ അതുപോലെ തന്നെ 3-4 വർഷം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു കാർ എടുക്കാനൊക്കെ കൊണ്ട് താല്പര്യം ആഗ്രഹിക്കുമായിരുന്നു. പുള്ളിക്കാരൻ നല്ലതായിട്ട് കാശ് ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എന്നിട്ട് ഒന്നും പറ്റുന്നില്ല, ചെയ്ത് കൂട്ടുന്ന പൈസ മൊത്തം അന്തരീക്ഷി പോവുക. ഈ ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു കാർ ഉൾപ്പെടെ എനിക്ക് 2 വീലർ, എൻ്റെ മോന് ബൈക്ക്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബൈക്ക്, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വണ്ടി ഇടാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് മണ്ണെടുത്ത് മുറ്റത്ത് വണ്ടി ഇട്ടേക്കുകയാണ്. എൻ്റെ മുറ്റത്ത് നിറച്ച് വണ്ടി ഇരിക്കുകയാണ്. എല്ലാം എൻ്റെ മാതാവ്, എൻ്റെ അമ്മ തന്നതാണ് ഇതെല്ലാം. അതുപോലെ തന്നെ സർവ്വ കാര്യങ്ങളും അതുപോലെ ഞാൻ ഉടമ്പടിക്കകത്ത് വെച്ച ഈ പ്രമാണം അത് ഏറ്റവും വലിയ പ്രമാണമാണ്. എൻ്റെ എല്ലാവരുടെയും തെളിവാണിത്. ഞാൻ കഴിഞ്ഞ മാസം 18-ാം തീയതി ആകുമ്പോൾ എൻ്റെ ഡേറ്റ് തീരുകയായിരുന്നു. 18-ാം തീയതി പിന്നെ 16-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് ഉടമ്പടി പ്രമാണം എടുക്കാനുള്ള പൈസ എനിക്ക് 1 രൂപ പോലും പലിശ ഇല്ലാതെ എനിക്ക് കിട്ടി. ഞാൻ ഈ തിങ്കളാഴ്ച കൊണ്ടുവന്ന് പൈസ ക്ലോസ് ചെയ്തു. ചൊവ്വാഴ്ച ഞാൻ പ്രമാണം എടുത്തു, അതുകൊണ്ട് വന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരു 32 വയസ്സുള്ള ഒരു പയ്യനെ, പിന്നെ ഓട്ടോ ഡ്രൈവറാണ്, പുള്ളിക്കാരൻ വണ്ടി ഓടിച്ച കൂട്ടത്തിൽ വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ചു. പിന്നെ 10-15 ദിവസം ഐസിയുവിലായിരുന്നു. ഇനി തിരിച്ച് കിട്ടില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ ആ മോന് അനാഥാലയത്തിൽ ഇപ്പോൾ ഒരു മോളെ കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞുമുണ്ട്, 1 വയസ്സുള്ളൊരു മോളുമുണ്ട്. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് പോയി കാണാൻ വയ്യ, എങ്കിലും ഞാൻ അവനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് അന്ന് തന്നെ നമ്മുടെ ഉപ്പും പിന്നെ കാശുരൂപം പിന്നെ തേനും തൈലവും എടുത്ത് ഞാൻ കൊണ്ടുപോയി. 7 ദിവസം ആ പയ്യൻ്റെ ഒരു സൈഡ് മൊത്തം തളർന്നുപോയി. ഡോക്ടർ പറഞ്ഞു 5 വർഷമെങ്കിലും ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ തൈലം എടുത്തുകൊണ്ട് പോയി ഇന്നും വൈകിട്ട് ഞാൻ ഒരു സൈഡ് മൊത്തം അവൻ്റെ ശരീരത്തിൽ നെറ്റിക്കും കൊടുത്ത് നാക്കിലും തുടച്ചിട്ട് ഒരു സൈഡ് മൊത്തം തേച്ചു. അങ്ങനെ എന്നിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി 15 പറഞ്ഞു. പക്ഷേ ഡിസംബർ 30-നുള്ളിൽ തന്നെ അവൻ നടന്ന് എൻ്റെ വീടിൻ്റെ തൊട്ട് മുറ്റത്ത് വരെ വന്ന് അവൻ സംസാരിച്ചു. അത് ഞാൻ സാക്ഷ്യം കഴിഞ്ഞ മാസം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഉടമ്പടിക്കകത്ത് ഞാൻ വെച്ച വേറൊരു നിയോഗമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, പുള്ളിക്കാരിയുടെ മോടെ കല്യാണം. പുള്ളിക്കാരന് മാനസികമായിട്ടുള്ള അസുഖമുള്ള ഒരാളാണ്. പക്ഷേ അവരുടെ കല്യാണം അടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരന് അസുഖം കൂടി വല്ലാത്ത ഒരവസ്ഥയിലായി, കല്യാണം മുടങ്ങുമെന്നുള്ള അവസ്ഥ വരെയായി. ഞാനിവിടെ അമ്മയ്ക്ക് വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ കല്യാണം ഏറ്റവും നല്ല ഭംഗിയായിട്ട്, സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്താ പറയുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി എൻ്റെ അമ്മ ആ കല്യാണം നടത്തി കൊടുത്തു. ഞാനും ആ കല്യാണത്തിന് സാക്ഷിയായിരുന്നു. അങ്ങനെ എൻ്റെ മോനെ പിന്നെ ITI മെക്കാനിക്കലായിരുന്നു. അവൻ പഠിച്ചിറങ്ങി ഒരാഴ്ച പോലും അവൻ വീട്ടിൽ നിൽക്കേണ്ടി വന്നില്ല. അവനെ ഷോറൂമിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാക്കി ജോലിക്ക് കയറി. അവന് നല്ല ശമ്പളമുണ്ട്. അതുപോലെ എല്ലാം എൻ്റെ അമ്മ എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് തീരത്തില്ല, അത്രയ്ക്ക് വാരിക്കൊരു തരുവാണ്. ഞാൻ പിന്നെ പത്രങ്ങൾ എനിക്ക് ഇവിടുന്ന് പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല, കാരണം ബൈബിൾ വായിക്കാൻ എനിക്കറിയില്ല, ചെറിയ അക്ഷരങ്ങളായത് കാരണം കണ്ണ് കാണില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത് വെച്ച് ഞാൻ ബൈബിളെ തൊട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ പത്രങ്ങളെല്ലാം ഞാൻ വിതരണം ചെയ്തു. അപ്പം ഞാനൊരു ബേക്കറി ചെന്നപ്പോൾ ഒരു കെട്ട് പത്രം അവിടെ ഇരിക്കുന്നു. ഇതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആരോ ഇതുപോലെ ഉടമ്പടി എടുത്തിട്ട് കൊണ്ട് വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ആ പത്രം ഇങ്ങ് മേടിച്ചു. അത് മൊത്തവും ഞാൻ ഈ പെട്രോൾ പമ്പിൽ പിന്നെ ബസ് സ്റ്റോപ്പുകളിൽ എനിക്ക് എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം ഞാൻ
എനിക്കൊരു നാണവോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അമ്മയെപ്പറ്റി വർണ്ണിച്ച് ഞാൻ കൊടുത്തു. അതുപോലെ ഞാൻ മരുതുമൂട് പള്ളി വർഷങ്ങൾ കൊണ്ട് അവിടെ ഒരു യുദാസ്ലിഗയുടെ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ. അവിടെ ചെന്നപ്പം സൈഡിൽ ഇങ്ങനെ മെഴുകുതിരി തീ ചൂട് തട്ടാതിരിക്കാൻ അമ്മയുടെ പത്രം വെച്ചേക്കുന്നു. ഇതെന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. വഴക്ക് പറഞ്ഞു. അപ്പോഴും 2 കെട്ട് പത്രം എന്നെ എടുത്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. ആ പത്രവും ഞാൻ മേടിച്ചു. അങ്ങനെ ഒരു 150 പത്രമല്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വിതരണം ചെയ്തത്. അതുപോലെ ഞാൻ പത്രം കൊടുക്കുന്നിടത്ത് അമ്മയുടെ കാശുരൂപം, ഉപ്പ്, തേൻ കൊടുക്കാനൊരു തേന്, എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു. എൻ്റെ അമ്മ എനിക്ക് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. സങ്കീർത്തനം 7:16 തിരുവചനം. ഇവിടെ ഓമന എന്ന ഈ മകള്, ആ മകൾ തൻ്റെ സാക്ഷ്യം അത്രയേറെ തീഷ്ണതയോടെയാണ് പരിശുദ്ധ അമ്മ, എൻ്റെ അമ്മ ചെയ്തു തരാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എന്നുള്ള രീതിയിലാണ് ആ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയെ സ്വീകരിക്കാതെ തൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി, സ്വർഗീയ അമ്മയായി സ്വീകരിച്ച ഒരു മകളാണ് ഓമന. ഈ മകളുടെ ഗൾഫിലുള്ള ജീവിതം, ഉടമ്പടി എടുത്തതിന് ശേഷം ഗൾഫിൽ ആയിരുന്നപ്പോൾ ഈ മകൾ എങ്ങനെയാണ് തൻ്റെ പ്രാർത്ഥനകൾ, അതായത് അവിടെ ജോലി ചെയ്യണം, ജോലി ചെയ്യാനാണ് പോയത്. ജോലി ചെയ്യാതിരുന്നാൽ താൻ ഇവിടെ നിന്ന് കടക്കെണിയിലായിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ജോലി ചെയ്ത് കുറച്ച് കടമൊക്കെ അത് കടം മാറ്റിയെങ്കിലേ തൻ്റെ ജീവിതത്തിൽ ആ ജോലി കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോഴങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മകൾ എങ്ങനെയാണ് അമ്മയുടെ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതെങ്ങനെയാണ് ഈ മകൾ ചെയ്തതെന്ന് ഈ മകൾ പറയുകയുണ്ടായി. താൻ നേരത്തെ എഴുന്നേൽക്കും, ചെയ്യേണ്ട ഓരോ വീട്ടിലും ചെല്ലേണ്ട സമയത്തിന് മുൻപേ ചെല്ലും. ഉടമ്പടി കൃപാസന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് താൻ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ മുട്ടുകുത്തി അവിടെ നിന്ന് അതേ സമയത്ത് തന്നെ അമ്മയുടെ പ്രാർത്ഥന ചൊല്ലുമെന്ന്. അപ്പോൾ ഈ മകൾ കാണിക്കുന്ന തീഷ്ണത, അതുപോലെ കൃപാസന പത്രം, ആ പത്രത്തോടുള്ള ആദരവ്, സ്നേഹം, ആ പത്രം കൊടുക്കുവാനായിട്ട് ഈ മകൾ കാണിച്ച തീഷ്ണത, ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ ഈ മകൾ ജീവിതത്തിൽ നേടിയെടുത്തത് എന്തെല്ലാമാണെന്ന് നാം ഇവിടെ കേട്ട് കഴിഞ്ഞു. എല്ലാറ്റിലും ഉപരിയായി 25 വർഷത്തോളമായി വസ്തുവിൻ്റെയും വീടിൻ്റെയും പ്രമാണം അത് പല പല സ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ അത് ഈ മകൾ ഇന്ന് നേടിയെടുത്തിട്ടാണ്, ആ പ്രമാണവും കൊണ്ടാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് അനുഗ്രഹവും അവകാശവുമാണ്. അതെങ്ങനെയാണ് അനുഗ്രഹവും അവകാശവുമാവുക? ആ ഉടമ്പടിയിലൂടെ നാം വിശ്വസ്തത കാണിച്ച് ജീവിക്കുമ്പോൾ. അപ്പോൾ ഈ മകൾക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ല. ബൈബിൾ വായിക്കുന്നതാണ് ഈ മകൾ ഒരു വിഷമമായിട്ട് ഇവിടെ പറഞ്ഞത്. എന്നാൽ ആ ബൈബിൾ അടുത്ത് വെച്ചുകൊണ്ട് ഈ മകള് അതിനും ഒരു സാക്ഷിയാവുകയാണ്. അമ്മേ, എനിക്ക് ഇത്രയുമേ ചെയ്യാൻ അറിയൂ എന്ന് പറഞ്ഞ് തന്നെ ഈ മകൾ അമ്മയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. എന്നാൽ തനിക്ക് എവിടെയൊക്കെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമോ, ഉടമ്പടി കൃപാസന പത്രം കൊടുക്കുമ്പോൾ അതിനൊക്കെ വരുന്ന ഏതെങ്കിലും രീതിയിൽ ഈ മകളെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ചെറുതാക്കിയാൽ അതൊക്കെ ഈശോയെ പ്രതി വലുതാകാൻ പറ്റുന്ന സാഹചര്യങ്ങളായിട്ട് ഓമന എന്ന ഈ മകൾ എടുത്തു. അങ്ങനെ ഇന്ന് തൻ്റെ വീട്ടിൽ വണ്ടി ഇടുവാൻ വേണ്ടി റബ്ബർ മുറിച്ചു മാറ്റിയിട്ടാണ് ഇന്ന് വണ്ടികൾ ഇട്ടിരിക്കുന്നതെന്നാണ് പറയുക. അതായത് അത്രയേറെ ഒരു കൃപയാണ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് വണ്ടി വേണം. ഈ മകൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ വണ്ടി വേണം. ജോലിയുടെ ഒരു ശമ്പളം തന്നെ അമ്മയോട് ഈ മകൾ പറയുകയാണ്, അമ്മ എനിക്ക് ഈ ശമ്പളത്തിൽ അമ്മ ഒരു ജോലി തരണം. അത് ഒരു 1000 രൂപ കുറച്ചാണ് ആദ്യമേ ശമ്പളം കിട്ടുക. പിന്നീട് 3 മാസത്തിനുള്ളിൽ അതും മേക്കപ്പ് ചെയ്യുന്നു. അവിടെയും അമ്മ
ഈ മകളുടെ സഹായത്തിനെത്തുന്നു. അങ്ങനെ ഈ മകൾ പറഞ്ഞ ഡേറ്റിന് തന്നെ എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചു കൊടുക്കുന്നു. അപ്പോൾ നാം ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി സ്വരമുയർത്തുന്ന ഒരമ്മയെയാണ്, ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. കരങ്ങളടിച്ച് നമുക്ക് ത്രിത്വൈക ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.